കഥയാരംഭിക്കുന്നത് ജോണി ഇംഗ്ലീഷിൽ നിന്നുമാണ്. ഒരു സംഘം ആളുകൾ ഏജന്റായ ജോണി ഇംഗ്ലീഷിനെതിരെ തെറ്റായ രീതിയിൽ അപവാദങ്ങൾ പറഞ്ഞു വരുത്താനും കുറ്റമാരോപിക്കാനും പദ്ധതിയിടുന്നുണ്ടായിരുന്നു. മറുവശത്ത് ജോണി ഇംഗ്ലീഷ് ആകട്ടെ ടിബറ്റൻ മലനിരകളിലായിരുന്നു. അവിടെ വളരെ കഠിനമായ ആയോധനകലാ പരിശീലനത്തിൽ ജോണി ഇംഗ്ലീഷ് ഏർപ്പെട്ടു. അത്രമേൽ കഠിനമായ പരിശീലനങ്ങളായിരുന്നു ജോണി ഇംഗ്ലീഷിന് വേണ്ടി അവിടെ നടത്തപ്പെട്ടത്. വൈകാതെ ജോണി ഇംഗ്ലീഷിനെ തേടി അടുത്തൊരു മിഷൻ എത്തി. MI7ലേക്ക് ജോണി ഇംഗ്ലീഷ് എത്തുകയാണ്. അവിടെ വെച്ച് പമേല തോൺടൺ എന്ന് പറഞ്ഞ ലേഡിയെ ജോണി ഇംഗ്ലീഷ് പരിചയപ്പെട്ടു. പമേലയായിരുന്നു MI7ന്റെ പുതിയ ലീഡർ. അവിടെ വെച്ചൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ജോണി ഇംഗ്ലീഷ് തന്റെ റിട്ടയർമെന്റ് മിഷനിലാണ്. അതിനു വേണ്ടിയായിരുന്നു ടിബറ്റിലെ മലനിരകളിൽ അദ്ദേഹം പരിശീലനം നടത്തിയത്. ആ സമയം പമേല വിളിച്ചു വരുത്തിയ ദൗത്യത്തെപ്പറ്റി ജോണി ഇംഗ്ലീഷിനോട് പറഞ്ഞു. ചൈനീസ് പ്രധാനമന്ത്രിക്കെതിരെ ഒരു വധശ്രമത്തിന്റെ കാര്യം മുൻകാല MI7 ഏജന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജോണി ഇംഗ്ലീഷാണ് അത് ഹാൻഡിൽ ചെയ്യാൻ അസൈൻ ചെയ്യപ്പെടുക. അവിടെ നിന്നിറങ്ങുമ്പോൾ സൈമണെ ജോണി ഇംഗ്ലീഷ് മീറ്റ് ചെയ്തു. ഏജന്റ് 1 ആയി നിലവിലുള്ളത് സൈമൺ ആയിരുന്നു. സൈമൺ പിന്നാലെ ജോണി ഇംഗ്ലീഷിനെ MI7ന്റെ വെപ്പൺ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ആധുനികമായ പല ആയുധങ്ങളും നിർമ്മിക്കുന്നതൊക്കെ ജോണി ഇംഗ്ലീഷ് നോക്കിക്കാണുന്നുണ്ട്. അവിടെ വെച്ച് അവൻ പാച്ച് എന്ന് വിളിക്കപ്പെടുന്ന ആംസ് ഡിപ്പാർട്ട്മെന്റ് തലവനെ പരിചയപ്പെട്ടു. പലതരം ആയുധ പരിശീലനങ്ങൾ നടത്തുന്നതിനിടയിൽ ശരീരത്തിന്റെ പല ഭാഗങ്ങളും നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു പാച്ച്. ആ സമയത്താണ് പമേല അങ്ങോട്ടേക്ക് വരുന്നത്. ജോണി ഇംഗ്ലീഷ് വൈകാതെ ഹോങ്കോങ്ങിലേക്ക് പോകണം എന്ന് പമേല പറഞ്ഞു. ജോണി ഇംഗ്ലീഷ് അങ്ങനെ ഹോങ്കോങ്ങിലേക്ക് പുറപ്പെടുകയാണ്. അവനൊപ്പം റുക്കി ഏജന്റായ കോളിൻ ടക്കറും ഉണ്ടായിരുന്നു. ഹോങ്കോങ്ങിലെത്തി അവർ നേരെ പോയത് അവിടുത്തെ ഏറ്റവും വലിയ ഒരു കസീനോ പാർക്കിലേക്കായിരുന്നു. ഇൻഫർമേഷനായി അവർ അവിടെ തിരച്ചിൽ നടത്താനും കാര്യങ്ങൾ പരിശോധിക്കാനും ആരംഭിച്ചു. പക്ഷേ അവർ വാച്ച് ചെയ്യപ്പെടുന്നത് അതുവരേക്കും അവർ ശ്രദ്ധിച്ചിരുന്നില്ല. ടക്കറിനടുക്കൽ ജോണി ഇംഗ്ലീഷ് തനിക്കറിയാവുന്ന ഒരു വിവരം കൈമാറി. നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ണട വെച്ച ഒരു മനുഷ്യനെയാണ്. ജോണി ഇംഗ്ലീഷിന് കസിനോ ഗെയിംസ് കളിക്കുന്നതിനിടയിൽ ഒരു കോയിനിൽ എഴുതിയ രീതിയിൽ മറ്റൊരു ഇൻഫർമേഷൻ കൂടി ലഭിച്ചു. നോളൻ പാരഡൈസ് എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. ഒട്ടും മടിക്കാതെ ജോണി ഇംഗ്ലീഷും ടക്കറും കോളൻ പാരഡൈസ് എന്ന് വിളിക്കുന്ന ആ ഇടത്തേക്ക് പുറപ്പെട്ടു. പക്ഷേ കസീനോയിൽ നിന്ന് അവരെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്ന വൃത്തിയായ ഒരു സ്ത്രീ അവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ക്ലൂകൾ ഫോളോ ചെയ്ത് ജോണി ഇംഗ്ലീഷ് ഒടുവിൽ ടൈറ്റസ് ഫിഷർ എന്ന പേരുള്ള മുൻകാല CIA ഏജന്റിനെ ചെന്ന് കാണുകയാണ്. ടൈറ്റസ് പ്രധാനപ്പെട്ട വിവരം കൈമാറി. വോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു സംഘമാണ് ചൈനീസ് പ്രധാനമന്ത്രിയെ വകവരുത്താൻ പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുന്നത്. വോർട്ടെക്സിനടുത്ത് കടന്നുകൂടി വോർട്ടെക്സ് മെമ്പറായി നിന്നുകൊണ്ടാണ് ഫിഷർ ഇക്കാര്യം മനസ്സിലാക്കിയത്. കൂട്ടത്തിൽ വോർട്ടെക്സ് സംഘത്തിന്റെ അടുത്ത് വളരെ സീക്രട്ടായ ഒരു ആയുധമുണ്ടെന്നും അതെടുക്കണമെങ്കിൽ 3 താക്കോലുകൾ വേണമെന്നും അതിലെ ഒരു കീ തന്റെ കയ്യിലുണ്ട് എന്നും ഫിഷർ അറിയിക്കുന്നുണ്ട്. 3 കീയുമുണ്ടെങ്കിലേ ആയുധം ഉപയോഗിക്കാൻ പറ്റൂ. ഫിഷറിന്റെ കയ്യിലെ കീയില്ലാതെ ആ ആയുധം ഉപയോഗിക്കാനേ സാധിക്കില്ല. പക്ഷേ ഇതേ സമയം മറുവശത്ത് അവരെ പിന്തുടർന്നിരുന്ന വൃത്തിയായ സ്ത്രീ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. ഫിഷറിനെ വകവരുത്താനായിരുന്നു അവരുടെ പദ്ധതി. ജോണി ഇംഗ്ലീഷും ഫിഷറും അത് അറിഞ്ഞതുമില്ല. മരണപ്പെടുന്നതിന് മുമ്പ് ഫിഷർ ഒരു കാര്യം കൂടി പറഞ്ഞു. മുമ്പ് മൊസംബിക്കിൽ വെച്ച് ഒരു മിഷൻ പരാജയപ്പെട്ടല്ലോ, അതിന് പിന്നിലും വോർട്ടെക്സ് ഉണ്ടായിരുന്നു. ഫിഷർ കൊല്ലപ്പെട്ടതും ആരാണ് കൊലപാതകിയെന്ന് നോക്കാൻ ജോണി പുറത്തേക്കിറങ്ങി. പക്ഷേ പുറത്ത് വൃദ്ധയായ ഒരു സ്ത്രീ ക്ലീൻ ചെയ്യുന്നത് മാത്രമായിരുന്നു ജോണിക്ക് കാണാൻ സാധിച്ചത്. ജോണിക്കാണെങ്കിൽ കൊലപാതകിയായി അവരെ സംശയം തോന്നിയതുമില്ല. പക്ഷേ യാദൃച്ഛികമായി ക്ലീനിംഗ് മെഷീനിൽ ജോണി ഇംഗ്ലീഷ് ബുള്ളറ്റ് കണ്ടെത്തി. അതോടെ ആ ലേഡിയാണ് അസാസിനെന്നും മനസ്സിലാക്കി. ജോണി ഇംഗ്ലീഷ് അവിടെയായിരിക്കെ ഫിഷറിന്റെ ഫ്ളാറ്റിൽ കടന്നു കയറി ആരോ ഫിഷറിന്റെ നെക്ലസ് മോഷ്ടിച്ചു കൊണ്ടുപോയിരുന്നു. ജോണി ഇംഗ്ലീഷ് അത് കണ്ട് താക്കോൽ അടക്കമുള്ള ആ നെക്ലസ് തിരികെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അയാൾ വിദഗ്ധമായി ജോണി ഇംഗ്ലീഷിനെ വെട്ടിച്ച് കടന്നു കളയുകയായിരുന്നു ചെയ്തത്. ടക്കറും ശ്രമിച്ചെങ്കിലും പാർക്കർ മൂവ്സ് കൊണ്ട് ടക്കറിനെയും കബളിപ്പിച്ച് അയാൾ മുമ്പോട്ട് പോയി. ജോണി ഇംഗ്ലീഷ് അയാളെ ചേസ് ചെയ്യാൻ തുടങ്ങി. മോഷ്ടിച്ചു കൊണ്ടുപോവുകയായിരുന്ന ചൈനീസ് മാൻ മികച്ച സ്കിൽ ഉപയോഗിച്ച് ചാടിയും മറിഞ്ഞുമൊക്കെ റൂഫ് ടോപ്പിലൂടെ കടന്നുപോയപ്പോ ജോണി ഇംഗ്ലീഷ് ആകട്ടെ വളരെ കൂളായി ഓരോ ഉപകരണങ്ങളും മറ്റുള്ളവരുടെ സഹായവുമൊക്കെ ഉപയോഗപ്പെടുത്തി നടന്നു പോകുന്ന പോലെ ഓരോ ബിൽഡിംഗിൽ നിന്നും മറുവശത്തേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഒടുവിൽ അവർ ഒരു നദീതീരത്തേക്ക് എത്തി. ചൈനീസ് മാൻ ഒരു ബോട്ടിൽ കയറി രക്ഷപ്പെട്ടു പോവാൻ ശ്രമിക്കുകയായിരുന്നു. തന്റെ ഏജന്റ് ലേബൽ കാണിച്ച് തുറമുഖത്തുണ്ടായിരുന്ന ഒരു ബോട്ട് തന്നെ എടുത്ത് ജോണി ഇംഗ്ലീഷ് പിന്നാലെ ചേസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരുന്നാൽ കാര്യമില്ലെന്നറിഞ്ഞതും ജോണി ഇംഗ്ലീഷ് പാച്ച് തന്നെ നിർമ്മിച്ച ഒരു ഹൈടെക് മെഷീൻ പുറത്തെടുത്തു. കണ്ടാൽ ക്യാമറയെന്ന് തോന്നിക്കുന്ന ഒരു മിസൈൽ ലോഞ്ചറായിരുന്നു അത്. അതുപയോഗിച്ച് മോഷ്ടാവിന്റെ ബോട്ട് ജോണി ഇംഗ്ലീഷ് മറിച്ചിട്ടു. ഒടുവിൽ ജോണി ഇംഗ്ലീഷ് ചൈനീസ് മാന്റെ അടുത്തെത്തി. അവിടെ ഒരു ഫൈറ്റിനുള്ള സാധ്യത ഉടലെടുക്കുകയായിരുന്നു. ചൈനീസ് മാന്റെ സഹായികളും ജോണി ഇംഗ്ലീഷിനെ ചുറ്റിവളഞ്ഞിരുന്നു. പക്ഷേ എക്സ്പീരിയൻസ്ഡ് ഏജന്റായ ജോണി ഇംഗ്ലീഷ് തമാശ നിറഞ്ഞ തന്റെ ഫൈറ്റിലൂടെയും ഒരുപാട് ആക്ഷൻ മൂവ്സ് ഇല്ലാതെയും അവരെയൊക്കെ തറപറ്റിക്കുന്നുണ്ട്. ഒടുവിൽ ജോണി ഇംഗ്ലീഷ് ചൈനീസ് മാന്റെ അടുത്ത് നിന്ന് നെക്ലസ് വീണ്ടെടുത്തു. വോർട്ടെക്സിന്റെ താക്കോൽ അടങ്ങിയ നെക്ലസ് ആയിരുന്നു അത്. ഒരു താക്കോൽ അങ്ങനെ ജോണിയുടെ കയ്യിലും എത്തി. പിന്നാലെ ഫ്ലൈറ്റിൽ അവർ
അവരവിടെ നിന്ന് മടങ്ങുകയാണ്. ആ സമയം അറ്റൻഡന്റായി അങ്ങോട്ടേക്ക് എത്തിയ വ്യക്തി ജോണി ഇംഗ്ലീഷിന്റെ സാധനങ്ങൾ മുകളിൽ എടുത്തു വെക്കാൻ വാങ്ങി. ടക്കറിന് അയാളുടെ പ്രവൃത്തികളിലൊക്കെ ചില സംശയം തോന്നി. ജോണിയോട് അതിനെപ്പറ്റി പറഞ്ഞു. പക്ഷേ എല്ലാവരെയും ഇങ്ങനെ സംശയിക്കരുതെന്നും പോസിറ്റീവായി ചിന്തിക്കണം എന്നുമൊക്കെ ജോണി ടക്കർ ഉപദേശിക്കുകയാണ്. ജോണി അങ്ങനെ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിയെത്തി MI7 ഓഫീസിലെത്തി താൻ കണ്ടെത്തിയ വിവരങ്ങളും വോർട്ടെക്സിന്റെ ആയുധത്തിന്റെ താക്കോലും അവരെ കാണിക്കാനൊരുങ്ങി. ജോണി ഇംഗ്ലീഷ് തന്റെ സ്യൂട്ട് കേസ് തുറന്നതും അതിനുള്ളിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നാലെയാണ് വ്യക്തമാകുന്നത് ടക്കർ പറഞ്ഞ പോലെ ആ ഫ്ലൈറ്റ് അറ്റൻഡന്റ് ഒരു പ്രശ്നക്കാരനായിരുന്നു. അയാളായിരുന്നു താക്കോലടങ്ങിയ ആനക്ലസ് മോഷ്ടിച്ചു കൊണ്ടുപോയത്. വൈകാതെ പുറത്ത് പിങ്ക് ഗ്ലൗസുള്ള ഒരു ലേഡി ക്ലീൻ ചെയ്യുന്നത് ജോണി കണ്ടിരുന്നു. ചൈനയിൽ നിന്ന് താൻ എതിരിട്ട് അതേ അസാസിനാണോ അത് എന്ന് ജോണി സംശയിച്ചു. ജോണി അവരെ ചാടി വീണ് പിടികൂടി. പക്ഷേ അതാകട്ടെ MI7 ഹെഡ് പമേലയുടെ അമ്മയായിരുന്നു. പറയണ്ടല്ലോ, ജോണി നാണം കെട്ടു. പക്ഷേ യാഥാർത്ഥ്യത്തിൽ പമേലയുടെ അമ്മയെപ്പോലെ വേഷം കെട്ടി അതേ അസാസിൻ അവിടെ എത്തിയിരുന്നു. അടുക്കള ഭാഗത്തേക്ക് ചെന്ന് ജോണിയെ അവർ കടന്നാക്രമിക്കുന്നുണ്ട്. പക്ഷേ രണ്ടാമതും അവരെ പിടികൂടാനുള്ള ശ്രമത്തിനിടയിൽ ജോണിക്ക് ആളുമാറി. യഥാർത്ഥ പമേലയുടെ അമ്മയെ തന്നെ പിടിച്ചു. പമേലയുടെ അമ്മയെ ജോണി എന്ന് കൊല്ലേണ്ടതുപോലുമായിരുന്നു. ജോണി എന്ന നാണം കെട്ട് ആകെ വല്ലാതായിരുന്നു. ഫ്രസ്ട്രേറ്റഡായി ജോണി ഇരിക്കുമ്പോ ജോണിയുടെ അവസ്ഥ കണ്ട് ജോണിക്കടുത്തേക്ക് MI7 തന്നെ കാതറിൻ എന്ന കേറ്റ് കടന്നു വന്നു. കേറ്റ് പിന്നാലെ ജോണി ഇംഗ്ലീഷിനെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. MI7 ബിഹേവിയറൽ സൈക്കോളജിസ്റ്റായ കേറ്റ് ഹിപ്നോസിസ് ഉപയോഗിച്ച് ജോണി ഇംഗ്ലീഷിന്റെ അടങ്ങിക്കിടക്കുന്ന മെമ്മറികൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചു. പ്രത്യേകിച്ചും പരാജയപ്പെട്ട മൊസംബിക്കിലെ ഇൻസിഡന്റിനെ പറ്റിയുള്ള കാര്യങ്ങളായിരുന്നു കേറ്റ് പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചത്. മൊസംബിക് എന്ന രാജ്യത്ത് പ്രസിഡന്റ് ജനങ്ങളെ മീറ്റ് ചെയ്യുകയായിരുന്നു. പ്രസിഡന്റിന് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് ജോണി അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ വെച്ച് ജോണി ഇംഗ്ലീഷിനെ ഒരു ലേഡി വന്ന് ഒന്നിച്ചൊരു ബാത്തിനായി കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ജോണി ഇംഗ്ലീഷ് ആ ലേഡിക്കൊപ്പം പോയി. ആ സമയത്തായിരുന്നു പ്രസിഡന്റ് വെടിയേറ്റ് കൊല്ലപ്പെടുന്നതും. ഓർമ്മകളിലേക്ക് കാര്യങ്ങളൊക്കെ ജോണി ഇംഗ്ലീഷിന് തിരിച്ചു വന്നു. ഫിഷർ പറഞ്ഞ കാര്യങ്ങളിൽ സത്യമുണ്ട് എന്നും ജോണി ഇംഗ്ലീഷ് മനസ്സിലാക്കുകയാണ്. അന്ന് ആ പ്രസിഡന്റ് കൊലപാതകത്തിന് പിന്നിലും പ്രവർത്തിച്ചത് വോർട്ടെക്സ് തന്നെയായിരുന്നു. ആ സമയം ആർട്ടം കാർലങ്കോ എന്ന പേരുള്ള ഒരു വ്യക്തിയെയും ജോണി ഓർത്തെടുക്കുന്നുണ്ട്. മുൻകാല റഷ്യൻ KGB മെമ്പറായിരുന്ന അയാൾ നിലവിൽ വോർട്ടെക്സ് മെമ്പറാണ്. അടുത്ത ദിവസം തന്റെ മിഷന്റെ ഭാഗമായി ജോണി ആർട്ടമിനെ തിരഞ്ഞിറങ്ങി. വൈകാതെ ആർട്ടമുള്ള ഒരു ഗോൾഫ് കോഴ്സിലേക്ക് ജോണിയും അസിസ്റ്റന്റും എത്തിച്ചേരുകയാണ്. ജോണി ആർട്ടത്തിനെ മീറ്റ് ചെയ്ത് കുറച്ച് സംസാരിച്ചു. ഇതേ സമയം പഴയ ലേഡി അസാസിനും ഗോൾഫ് വേഷത്തിൽ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ആർട്ടമായിരുന്നു വെടിയേറ്റ് വീണത്. ആർട്ടത്തിൽ നിന്ന് വിവരമൊന്നും പുറത്തു പോവരുത് എന്നാർക്കോ ഉള്ളതുപോലെ ആർട്ടമിനെ ഉടനടി ഹെലികോപ്റ്ററിൽ കയറ്റി ജോണിയും ടക്കറും കൊണ്ടുപോവാൻ തുടങ്ങി. പക്ഷേ ആർട്ടമിനേറ്റ പരിക്ക് വലുതായിരുന്നു. ആർട്ടമിനെ ജീവനോടെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. പക്ഷേ മരണപ്പെടുന്നതിന് മുമ്പ് MI7 അകത്ത് ഒരു ചതിയനുണ്ട് എന്നാർട്ടം വ്യക്തമാക്കിയിരുന്നു. താൻ കരസ്ഥമാക്കിയിരുന്ന വോർട്ടെക്സിന്റെ രണ്ടാമത്തെ കീ ആർട്ടം ജോണിക്ക് കൈമാറി. പിന്നാലെയായിരുന്നു മരണം സംഭവിച്ചത്. ജോണി വീണ്ടും MI7 ആസ്ഥാനത്തെത്തി മീറ്റിംഗിൽ പങ്കുചേർന്നു. വോർട്ടെക്സിന് പിന്നിലുള്ള പ്രധാന വ്യക്തി ആരാണ് എന്ന് അവർ ചോദിച്ചു. 24 മണിക്കൂർ തനിക്ക് വേണം, അതിനുള്ളിൽ കണ്ടെത്താം എന്നായിരുന്നു ജോണി പറഞ്ഞത്. അത് കഴിഞ്ഞ് ഡിന്നർ കഴിക്കുമ്പോ തന്റെ സുഹൃത്തായ സൈമണൊപ്പമായിരുന്നു ജോണി ഡിന്നറിനിരുന്നത്. സൈമൺ സ്വിറ്റ്സർലൻഡിൽ നിന്ന് മടങ്ങിയെത്തിയതേയുള്ളൂ. സൈമൺ എടുക്കൽ ആർട്ടം കാർലങ്കോയുടെ അടുത്ത് നിന്ന് തനിക്ക് കിട്ടിയ സെക്കൻഡ് കീ ജോണി കാണിച്ചു കൊടുക്കുന്നുണ്ട്. MI7 ഒരു ചതിയനുണ്ട് എന്ന കാര്യവും ജോണി സൈമനെ അറിയിച്ചു. MI7 ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആ ചതിയൻ വോർട്ടെക്സ് മെമ്പറാണ്. അത് കേട്ടതും സൈമൺ തന്റെ ഗണ്ണെടുത്ത് ടേബിളിനടിയിലൂടെ ജോണിക്കെതിരെ നീട്ടിയിരുന്നു. തന്റെ കാര്യം ജോണി മനസ്സിലാക്കിയോ എന്നായിരുന്നു സൈമൺ ആദ്യം ചിന്തിച്ചത്. പക്ഷെ ജോണിയാകട്ടെ സൈമണെ സംശയിച്ചതേയില്ല. സൈമൺ നല്ലൊരു ഏജന്റാണെന്നും തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നും തന്നെയായിരുന്നു ജോണി വിശ്വസിച്ചിരുന്നത്. കുറച്ചു സമയം കഴിഞ്ഞ് ജോണിക്ക് ടക്കറിന്റെ കോൾ വന്നു. ജോണിക്കടുത്തെത്തിയ ടക്കർ താൻ മനസ്സിലാക്കിയ ഒരു കാര്യം ജോണിയോട് പറഞ്ഞു. വോർട്ടെക്സിലെ അടുത്ത മെമ്പർ ചാരനായിട്ടുള്ള വ്യക്തി സൈമൺ ആണെന്നായിരുന്നു ടക്കർ അറിയിച്ചത്. പക്ഷേ തന്റെ സുഹൃത്തായ സൈമണെ പറ്റി ടക്കർ അത് പറഞ്ഞത് കേട്ടതും ജോണി ഒട്ടും വിശ്വസിച്ചതേയില്ല. അങ്ങോട്ടേക്ക് ആ സമയം സൈമൺ കടന്നു വന്നു. ടക്കർ സൈമണെതിരെ തോക്ക് ചൂണ്ടി നിന്നു. ആർട്ടം കാർലങ്കോയുടെ ഡാറ്റ മുഴുവൻ താൻ പരിശോധിച്ചെന്നും അതിൽ സൈമൺ ആർട്ടമിനെ മീറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു എന്നും ടക്കർ വെളിപ്പെടുത്തി. ഫോട്ടോ ഒരു സ്ട്രോങ് എവിഡൻസ് ആയിരുന്നിട്ട് പോലും ജോണി സൈമണെ സംശയിക്കാനോ ടക്കർ പറഞ്ഞത് വിശ്വസിക്കാനോ കൂട്ടാക്കിയില്ല. സൈമണെ രക്ഷപ്പെടുത്തി കൂട്ടിക്കൊണ്ട് ജോണി ഇംഗ്ലീഷ് പോവാൻ തുടങ്ങി. ആ പോകുന്ന പോവലിൽ സൈമൺ ജോണിയോട് പറഞ്ഞു, ഇവിടെ ജോണിയോട് ദേഷ്യം കാണിക്കുന്ന ആരെങ്കിലും ആയിരിക്കും, ഉറപ്പായും ആ വഞ്ചകൻ. എനിക്ക് തോന്നുന്നത് അത് പാച്ചാണെന്നാണ്. സൈമൺ പറഞ്ഞത് വലിയ മണ്ടത്തരമാണെങ്കിലും മണ്ടനായ ജോണി അതപ്പോ വിശ്വസിക്കുന്നുണ്ട്. ഒരു സുരക്ഷയ്ക്ക് വേണ്ടി തന്റെ കയ്യിലുണ്ടായിരുന്ന വോർട്ടെക്സ് കീയാകട്ടെ ജോണി സൈമന്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. അതോടെ വോർട്ടെക്സിന്റെ കയ്യിലേക്ക് 3 താക്കോലുകളും വന്നെത്തിയിരുന്നു.
മനസ്സിലാക്കിയിരുന്നു അവർക്കിപ്പോൾ സുഖമായി അവരുടെ രഹസ്യായുധം പ്രവർത്തിപ്പിക്കാൻ കഴിയും. അടുത്ത ദിവസം ജോണി പള്ളിയിൽ പോയി പാച്ചിനെ കണ്ടു. പാച്ചിനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യാൻ വരെ ജോണി തീരുമാനിച്ചിരുന്നു. പക്ഷേ പാച്ച് തന്റെ മേലുള്ള ആരോപണം ജോണിക്കെതിരെ തിരിച്ചു. ജോണിയാണ് ചതിയനെന്ന് പറഞ്ഞു. യാഥാർത്ഥ്യത്തിൽ അന്നവിടെ പള്ളിയിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്ന ഭൂരിഭാഗവും യഥാർത്ഥത്തിൽ ഏജന്റായിരുന്നു. ജോണിയെ അറസ്റ്റ് ചെയ്യാൻ എത്തിയവർ പെട്ടെന്നൊന്നും മനസ്സിലാവാതെ ജോണി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. നിർഭാഗ്യവശാൽ ജോണിയുടെ ഒരു കാലിൽ വെടിയേൽക്കുന്നുണ്ട്. പാച്ചിന്റെ വീൽ ചെയർ എടുത്ത് ഒരു തരത്തിലായിരുന്നു ജോണിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചത്. പക്ഷെ പുറത്തെത്തിയതും ജോണിയെ എതിരിടാൻ ട്രൂപ്സ് മുഴുവൻ കാറുകളിലും മറ്റുമായി അവിടെ എത്തിയിരുന്നു. എങ്ങനെ രക്ഷപ്പെടും എന്നാദ്യം ജോണി പകച്ചു നിന്നു. പിന്നാലെയാണ് ആധുനിക സജ്ജീകരണങ്ങളുള്ള പാച്ചിന്റെ വീൽ ചെയറിന്റെ കാര്യം ജോണി ഓർക്കുന്നത്. അതുപയോഗിച്ച് ജോണി കുതിച്ചു പാഞ്ഞു. ഒടുവിൽ ഒരു തരത്തിൽ അവരുടെ അടുത്ത് നിന്നൊക്കെ രക്ഷപ്പെട്ട ജോണി കേറ്റിന്റെ അടുത്തേക്ക് ഒളിച്ചെത്തുകയാണ്. ഇതേസമയം മറുവശത്ത് സൈമണാകട്ടെ ചൈനീസ് പ്രധാനമന്ത്രിയെ വകവരുത്താൻ വേണ്ട കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുകയായിരുന്നു. കേറ്റിന്റെ അടുത്ത് ജോണി അഭയം തേടിയിരുന്നു. വീട്ടിൽ വെച്ച് സംസാരിക്കുമ്പോ കേറ്റ് പറഞ്ഞു, നേരത്തെ ജോണിയെ ഹിപ്നോട്ടൈസ് ചെയ്തിരുന്നല്ലോ. ആ സമയം ചില കാര്യങ്ങൾ അവൾ മനസ്സിലാക്കിയിരുന്നു. അതിൽ മൊസംബീക്കിന്റെ പ്രസിഡന്റിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അവൾക്ക് ചില സംശയങ്ങൾ തോന്നി. സംഭവം എന്തെന്നാൽ അന്ന് ആ പ്രസിഡന്റിനെ വകവരുത്തിയ ശേഷം ഏജന്റുകളിൽ ഒരാൾ ഒരു കാരണവുമില്ലാതെ മരണപ്പെടുന്നുണ്ട്. മരണത്തിന്റെ തൊട്ടുമുമ്പ് അയാൾ ആരെയോ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്തിരുന്നു. തന്റെ അന്വേഷണത്തിൽ നിന്ന് ഒരുപക്ഷെ ആ അസാസിൻസായ ഏജന്റുകളൊക്കെ പ്രത്യേകം തയ്യാറാക്കപ്പെട്ട മൈൻഡ് കൺട്രോളിംഗ് അടക്കം ചെയ്യപ്പെടുന്ന ഒരു മയക്കുമരുന്ന് ഉപയോഗിച്ച് സ്വാധീനിക്കപ്പെട്ടിരിക്കാം. അതാവാം മരണത്തിലേക്കും നയിച്ചത് എന്ന് കേറ്റ് ജോണിയോട് വിശദീകരിച്ചു. ആ മയക്കുമരുന്ന് ഹാൻഡിൽ ചെയ്തിരുന്നത് ഫിഷർ ആണെന്നും കേറ്റ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതോടെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി. കൃത്യമായി പറഞ്ഞാൽ മൊസംബീക്കിലെ പരിപാടി നടത്തിയത്, പ്രസിഡന്റിനെ വകവരുത്തിയത് വോർട്ടെക്സ് തന്നെയായിരുന്നു. കേറ്റിന് ജോണിയോട് ചെറിയ പ്രണയ താല്പര്യമുണ്ടായിരുന്നു. അന്നവർ ഡിന്നർ കഴിക്കാനിരുന്നു. ഡിന്നർ കഴിച്ചുള്ള സംസാരവും അടുപ്പവും ചുംബനത്തിലേക്ക് അവരെ നയിക്കവെയാണ് ഡോർബെൽ റിംഗ് ചെയ്യുന്നത്. കേറ്റ് പോയി വാതിൽ തുറന്നു. എത്തിയിരുന്നത് സൈമൺ ആയിരുന്നു. ജോണി ഇംഗ്ലീഷിനെ അന്വേഷിച്ചായിരുന്നു സൈമൺ എത്തിച്ചേർന്നത്. പിന്നാലെ മിഷന്റെ ഭാഗമായി കേറ്റിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്നും എയർപോർട്ടിലേക്ക് കൂട്ടാനാണ് താൻ വന്നത് എന്നും സൈമൺ അറിയിച്ചു. പിടികൂടപ്പെടാതിരിക്കാനും സംശയം തോന്നാതിരിക്കാനും കേറ്റ് സൈമന്റെ കൂടെ പോയി. ജോണി ഇതൊക്കെ മറന്നിരുന്ന് കാണുന്നുണ്ടായിരുന്നു. അവിടെ നടന്ന സാഹചര്യങ്ങളുടെ സംശയത്തിലും കാര്യങ്ങൾ വിശകലനം ചെയ്തപ്പോഴും വോർട്ടെക്സിലെ മൂന്നാമത്തെ മെമ്പർ തീർച്ചയായും സൈമൺ തന്നെയായിരിക്കും എന്ന് ജോണി മനസ്സിലാക്കി. താൻ ബെസ്റ്റ് ഫ്രണ്ടായി കരുതിയിരുന്ന സൈമണാണ് ചതിയനെന്നത് ഉൾക്കൊള്ളാൻ ജോണിക്ക് കുറച്ച് സമയമെടുത്തു. പക്ഷേ അവിടെയും പ്രശ്നം തീർന്നിരുന്നില്ല. ജോണിയെ വകവരുത്താൻ ലേഡി അസാസിൻ എത്തിയിരുന്നു. ഒരു തരത്തിൽ അസാസിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് ജോണി ടക്കറുടെ അടുത്ത് ചെന്നു. തങ്ങളുടെ രാജ്യത്തിന് വരാൻ പോകുന്ന അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തന്റെ കൂടെ ജോയിൻ ചെയ്യാൻ ടക്കറിനോട് ജോണി ആവശ്യപ്പെട്ടു. ടക്കറിന് ഒരുപാട് ടെക്നോളജികളുള്ള ഒരു റോൾസ് റോയ്സ് കാറും ഉണ്ടായിരുന്നു. അവർ അവിടെ നിന്ന് സ്വിറ്റ്സർലൻഡിലേക്ക് പുറപ്പെട്ടു. അവിടായിരുന്നു രണ്ട് പ്രധാനമന്ത്രിമാരുടെയും മീറ്റിംഗ് നടക്കുന്നത്. സ്വിറ്റ്സർലൻഡിൽ എത്തിയവർ തങ്ങളുടെ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചു. പിന്നാലെ മുകളിലേക്ക് കയറുവാൻ അവരൊരു ക്ലൈംബിംഗ് ഡിവൈസ് ഉപയോഗിക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷെ അവരത് ഉപയോഗിക്കാൻ ശ്രമിച്ചപ്പോഴോ അതിൽ നിന്ന് സഹായിക്കൂ എന്ന മട്ടിൽ വലിയ ശബ്ദം വരികയായിരുന്നു ചെയ്തത്. അതിന്റെ ഫലമായി അവർ അവിടെയുള്ള വിവരം അവിടുത്തെ ഗാർഡുകൾ അറിഞ്ഞു. അതോടെ കാര്യങ്ങൾ മറ്റൊരു തരത്തിലേക്ക് മാറ്റാൻ ജോണി തീരുമാനിച്ചു. തന്നെ അടിച്ചിടാൻ ടക്കറിനോട് ജോണി ആവശ്യപ്പെട്ടു. കടന്നുകയറിയ തന്നെ പിടികൂടിയതാണ്, അറസ്റ്റ് ചെയ്തതാണ് എന്ന് പറയുവാനും ടക്കറിനോട് ജോണി പറഞ്ഞിരുന്നു. ടക്കർ അത്തരത്തിൽ പ്രവർത്തിച്ചു. ഗാർഡുകൾ എത്തുമ്പോഴേക്കും ജോണിയെ താൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അറസ്റ്റ് ചെയ്യുന്ന പോലെയായിരുന്നു ടക്കർ പെരുമാറിയത്. ജോണിയുടെ ബുള്ളറ്റ് പ്രൂഫിലേക്ക് 2 തവണ ജോണിയെ വീഴ്ത്തി എന്ന മട്ടിൽ ടക്കർ വെടിയുതിർക്കുക കൂടി ചെയ്തു. ജോണി മരണപ്പെട്ട പോലെ അഭിനയിച്ചു കിടന്നിരുന്നു. പിന്നാലെ ജോണി ഒരു ബാഗിലേക്ക് മാറ്റപ്പെട്ടു. അകത്ത് മരണപ്പെട്ട ജോണിയുടെ ബാഗ് സൂക്ഷിക്കപ്പെടാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞതും ജോണി ബാഗ് കൊണ്ട് തന്നെ മുമ്പോട്ട് സഞ്ചരിച്ച് ഒടുവിൽ പമേലയുള്ള മുറിയിലേക്ക് എത്തുകയാണ്. പമേല ബാഗ് തുറന്നതും നടക്കുന്ന കാര്യങ്ങൾ താൻ മനസ്സിലാക്കിയതും ഒക്കെയും ജോണി പമേലയോട് പറഞ്ഞു. സൈമണാണ് കൂട്ടത്തിലെ ചതിയൻ എന്ന് വ്യക്തമാക്കി. സൈമൺ വോർട്ടെക്സ് മെമ്പർ ആണെന്നും പ്രധാനമന്ത്രിയെ വകവരുത്താൻ ശ്രമിക്കുകയാണ് എന്ന കാര്യവും അറിയിച്ചു. പക്ഷെ അവിടെ വെച്ച് ജോണിക്കൊരു അബദ്ധം പറ്റി. അവിടെ ഉണ്ടായിരുന്ന മയക്കുമരുന്ന് കലർത്തിയ ഡ്രിങ്ക് എടുത്ത് ജോണി കുടിക്കുകയാണ്. അതോടെ ജോണിയെ സൈമൺ കൺട്രോൾ ചെയ്യാൻ ആരംഭിച്ചു. ജോണി വരുതിയിലായതോടെ സൈമൺ ജോണിയെ ഉപയോഗിക്കാൻ തുടങ്ങി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ബോഡി ഗാർഡായി ജോണി നിൽക്കണം എന്ന് സൈമൺ ആവശ്യപ്പെട്ടു. അങ്ങനെ നിന്നുകൊണ്ട് പ്രൈം മിനിസ്റ്ററെ വകവരുത്തണം എന്നും സൈമൺ പറഞ്ഞിരുന്നു. ജോണി അത്തരത്തിൽ മുമ്പോട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ പ്രധാനമന്ത്രിയെ വെടിവെക്കുന്ന സമയമായതും ടിബറ്റൻ മലനിരകളിൽ വൻ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങളും ഗുരുവിന്റെ വചനങ്ങളും ജോണിയുടെ മനസ്സിലേക്ക് വന്നു. മറ്റൊരാളുടെ കൺട്രോളിൽപ്പെടാതെ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കണം, ഉണർന്നു പ്രവർത്തിക്കണം എന്നതിനെപ്പറ്റി ഗുരു പഠിപ്പിച്ച കാര്യങ്ങളായിരുന്നു അത്. 15 മിനിറ്റോളം അബദ്ധമൊന്നും പ്രവർത്തിക്കാതെ ജോണി പിടിച്ചു നിന്നു. ആ സമയം കഴിഞ്ഞതും മയക്കുമരുന്നിന്റെ പവർ കഴിഞ്ഞിരുന്നു. അത്
അതോടെ ജോണിയുടെ ഹൃദയമിടിപ്പ് നിന്ന് ജോണി കുഴഞ്ഞു വീണു. ഉടൻ തന്നെ കെയ്റ്റ് ഉണർന്ന് പ്രവർത്തിച്ചു. ജോണിയെ കിസ് ചെയ്ത് ജോണിക്ക് CPR കൊടുത്ത് ജോണിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. സൈമൺ അപ്പോഴേക്കും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ തുടങ്ങിയിരുന്നു. ജോണി പിന്നെ ഒട്ടും മടിച്ചില്ല. സൈമണെ പിടികൂടാൻ പിന്നാലെ ചെല്ലാൻ തുടങ്ങി. പിന്നെ നടന്നതൊരു ചേസും ഒരു ഫൈറ്റുമായിരുന്നു. ഒരു ഗണ്ടോളയിൽ വെച്ച് ഇരുവരും തമ്മിൽ കനത്ത ഫൈറ്റ് നടന്നു. കേബിൾ കാറിൽ വെച്ചായിരുന്നു ഫൈറ്റ് അരങ്ങേറിയത്. ഒരു ഘട്ടത്തിൽ കേബിൾ കാറിനുള്ളിൽ നിന്ന് ജോണി തെറിച്ച് താഴേക്ക് വീഴുന്നുണ്ട്. മഞ്ഞിലേക്കായിരുന്നു ജോണി വീണത്. സാരമായ പരിക്ക് ജോണിക്ക് പറ്റിയതുമില്ല. പക്ഷെ ആ വീഴ്ചയിൽ ജോണിയുടെ കയ്യിലുണ്ടായിരുന്ന ആധുനിക ടെക്നോളജി ഡിവൈസ് വർക്കാവുകയും അതിൽ നിന്ന് മിസൈൽ പാഞ്ഞ് സൈമണുള്ള ക്യാബിൻ കാറിന്റെ ഭാഗം സ്ഫോടനത്തിനിരയാവുകയും ചെയ്തിരുന്നു. സൈമൺ കൊല്ലപ്പെട്ടു. അതോടെ വോർട്ടെക്സിനും അന്ത്യം കുറിക്കപ്പെടുകയായിരുന്നു. വൈകാതെ തന്റെ സേവനങ്ങൾക്ക് രാജ്ഞിയിൽ നിന്ന് നെയ്റ്റ്ഹുഡ് അംഗീകാരം വീണ്ടും ജോണി ഇംഗ്ലീഷിനെ തേടിയെത്തി. പക്ഷേ ചടങ്ങ് നടക്കുമ്പോഴാണ് ജോണി മനസ്സിലാക്കുന്നത് രാജ്ഞിയുടെ വേഷത്തിൽ വന്നിരിക്കുന്നത് പഴയ അസാസിനാണെന്ന്. അവർ തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ നടന്നു. ഏറ്റുമുട്ടലിനിടയിൽ ഒരു ഘട്ടത്തിൽ അസാസിൻ രക്ഷപ്പെട്ടു പോവാൻ നോക്കി. ജോണി അവരെ പിന്തുടർന്നു. പക്ഷേ ജോണി പകരം പിടികൂടി ആക്രമിക്കാൻ നോക്കിയതാകട്ടെ യഥാർത്ഥ രാജ്ഞിയായിരുന്നു. ഗാർഡുകൾ അസാസിനെ പിടികൂടിയപ്പോഴായിരുന്നു ജോണിക്കത് മനസ്സിലാവുന്നത് പോലും. ജോണിയുടെ അബദ്ധ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു എന്ന സൂചനയോടെ ജോണി ഇംഗ്ലീഷ് റീബോൺ എന്ന ചലച്ചിത്രം അവിടെ അവസാനിക്കുകയാണ്. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.